വൈകേഷേട്ടാ, അതായത് 9 മണിക്കൂർ ട്രെയിൻ ഉണ്ട്, 8:55 വേഗം എത്തിച്ചേക്കാം. വണ്ടി മൊത്തം ബ്ലോക്ക് ആവും. ഒന്ന് കൈ വെക്കുവോ? അല്ല വൈകേഷേട്ടാ, ഇപ്പൊ സ്ഥിരം തന്നെയാണുള്ള പരിപാടി. ഇന്നലല്ലേ വർക്ക്ഷോപ്പിൽ നിന്ന് പണി വെച്ചിറക്കിയേ? ഓട്ടോറിക്ഷ ആയാലും കാറായാലും ഒക്കെ തള്ളന്നെ തള്ളേ. ട്രെയിൻ ഏതായാലും ട്രെയിനിൻ്റെ വഴിക്ക് പോകും. ഈ കോഴിക്കോട്ടെ KP കേശവൻ റോഡിൻ്റെ കാര്യം ഒന്ന് നാട്ടാരോട് ചോദിച്ചു നോക്കാം. നിങ്ങളെ വണ്ടി ഇവിടുത്തെ ഒരു കുഴിയിൽ വീണ്, ഇതൊക്കെ ഇവിടെ സ്ഥിരം പരിപാടിയാണോ? ഇത് നിങ്ങളെ വണ്ടി കുഴിയിലേ വീണിട്ടുള്ളൂ. ഞാൻ തന്നെ ഇവിടുന്ന് 3-4 ബൈക്കുകാർ വീണിട്ട് എടുത്തിട്ട് കൊണ്ടുപോയ ആളാണ്. മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടവർ, പിന്നെ അതേപോലെ കോടതി, പോലീസ് സ്റ്റേഷന്, ഇവരൊക്കെ എമർജൻസിക്ക് എങ്ങനെയാണ് പോകേണ്ടത്? ഇന്നലെ ഒരു അവസ്ഥ നിങ്ങൾ അന്നേരമായിരുന്നു വരേണ്ടത്. ഈ നിലത്ത് വെച്ച് ട്രോളിയിൽ പോകുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ അംഗവൈകല്യം സംഭവിച്ചാണ്. ഒരാൾ പോകുന്ന അവസ്ഥ കണ്ടപ്പോൾ കരഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ അയാൾ വട്ടം വളഞ്ഞാണ് ഏത് വണ്ടിൻ്റെ അടിയിലേക്കാണ് പോകാന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ ഇനിയിപ്പോൾ ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ചിലപ്പോൾ റോഡ് നിന്നാ, ഒരു രക്തസാക്ഷി എന്തായാലും വേണ്ടി വരും. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു 5-8 കൊല്ലമായി ഉണ്ടാവും. 5-8 കൊല്ലമായിട്ട് റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെ. ഉച്ചയായി കഴിഞ്ഞാലാണ് ബ്ലോക്ക് കൂടുതൽ. അപ്പോൾ ഇതിലെ പിന്നെ ബൈക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ പോകാൻ. റോഡായിട്ട് പോകാൻ കഴിയില്ല, വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ട്. പിന്നെ 2 വീലർ ഇടയ്ക്കിടയ്ക്ക് പോകും. ഇവിടെ ഓരോ ഒഴിക്കുന്ന പണി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലോക്ക് ആയാലും ഒന്നിനും കഴിയില്ല. ഇത് ഫുള്ള് വെള്ളം, വണ്ടി ഒട്ടാൻ കഴിയില്ല. അതിലേ വരുന്നത് വ്യാപാര മേഖലേൻ്റെ നട്ടെല്ലെന്ന് പറയുകയാണെങ്കിൽ തന്ത്രപ്രധാനമായ ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു റോഡ് ഈ രീതിയിൽ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻ തന്നെ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഇത്ര മോശമാണ്. ഇപ്പം മിനിയാന്ന് ഞാൻ തന്നെ വീണു കുഴിയിൽ. 1-2 കുഴികളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മുഴുവൻ കുഴി അരിപ്പമാതിരിയുണ്ട് റോഡ്. KP കേശവൻ റോഡിലൂടെ നേരെ ചെന്നാൽ റെയിൽവേ സ്റ്റേഷൻ, തൊട്ടിപ്പുറത്ത് സിറ്റി പോലീസ് സ്റ്റേഷൻ, ഒരു വഴിയിലൂടെ ബീച്ചിലേക്കും പോവാം. ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ദുരവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. കേരളം എന്തു മാറ്റാൻ മാറിയതില്ലേ? അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.